അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂർ വരെ ഒരു ഷൂട്ടിന് പോയ കഥയായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാറ്, ബൈക്ക്, ബസ് എല്ലാ ട്രാവൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അങ്ങനെ എങ്ങടെയെങ്കിലും പോവാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടാസ്ക് ആണ് മറക്കാതെ എല്ലാം എടുത്തു വെക്കുക എന്നുള്ള ഒരു ടാസ്ക്. അങ്ങനെ തലേ ദിവസം രാത്രി എൻഡിലായിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങോട്ട് തിക്കും തിരക്കും ആകെ ബഹളായിരിക്കും. പ്ലാനിങ് ഒക്കെ ഒരാഴ്ച മുന്നേ നടക്കുന്നുണ്ടാവും, പക്ഷെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കാന്ന് പറഞ്ഞത് ഏറ്റവും എൻഡിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ടാവും. വീഡിയോ എടുക്കലും പാക്കിംഗ് എല്ലാം ഒരുമിച്ച് നടക്കാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. കാരണം മോർണിംഗ് 6:30 നമ്മൾ തൃശ്ശൂർ എത്തണം. അങ്ങനെ മോർണിംഗ് എല്ലാം എണീറ്റ് സെറ്റായി നമ്മൾ കൂട്ടുകാരന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവന്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ബസ്സിലാണ് നമ്മുടെ ആദ്യത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പാവം പയ്യൻ മോർണിംഗ് തന്നെ നമുക്ക് വേണ്ടി എണീറ്റ് വന്നിട്ടുണ്ട്, ഓർക്കൊക്കെ കളഞ്ഞിട്ട്. അങ്ങനെ അവനെയും കൂട്ടി ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങനെ വെച്ച് പിടിച്ചു. ബസ് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വേറെ ഏതോ ലോകത്താണ്. കാരണം എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നുള്ള ആലോചനയല്ല ഞാൻ. ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നമുക്ക് നല്ലൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് സ്റ്റോപ്പിൽ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടത് ബസ് കിട്ടാനായിട്ട്. ബസ് വന്നതെന്ന് വെച്ചാൽ 6:30. നമ്മളെത്താൻ പറഞ്ഞത് 6:30. അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ടു കോയമ്പത്തൂർ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലാണ്. നമ്മൾ എത്രയൊക്കെ നേരം വൈകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ടോട്ടൽ ആ ഒരു ദിവസം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി അങ്ങനെ പോവാം. അങ്ങനെ നീണ്ട ഡ്രൈവിന് ശേഷം കുറെ കാഴ്ചകളും കണ്ട് നമ്മൾ വളരെ ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ടോള് കഴിഞ്ഞ ഒരെണ്ണത്തിന് നമ്മളൊരു ടീ ബ്രേക്ക് അങ്ങനെ എടുത്തുവിട്ടാ. കാരണം വണ്ടി ഓടിച്ച് ക്ഷീണിച്ചു, കാലത്ത് നേരത്തെ ഇറങ്ങിയതല്ലേ. അങ്ങനെ ചായക്കുടി വർത്തനം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ആദ്യം ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ തമിഴ്നാടൊക്കെ എത്തിയിരുന്നു. അങ്ങനെ തമിഴ്നാടിന്റെ ഭംഗി ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേനെ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ നേരെ കോയമ്പത്തൂർ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം വേറെ ഏതൊക്കെയോ ചെറിയ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴികളെല്ലാം കുറെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതും കണ്ട് നമ്മൾ നേരെ കോയമ്പത്തൂരിലെത്തി. പാലത്തിന്റെ മേലേക്ക് കയറിയപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ വ്യൂ മൊത്തം നമുക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു സുഡ പ്ലെയിൻ ദോശയും പറഞ്ഞ് അതും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പൊങ്കലിന്റെ പരിപാടി. അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറെ കാളയും ആൾക്കൂട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് കിടക്കുന്ന നമ്മുടെ സ്ഥലത്തേക്ക് എത്തി ഒരു ചായയും കുടിച്ച് നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് കാലത്ത് 10 മണിക്ക് തുടങ്ങി ഷൂട്ട് ആയതുകൊണ്ട് ഉച്ചയായപ്പോഴേക്കും നല്ല രീതിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശപ്പ് മാറ്റാനായിട്ട് ഞങ്ങൾ നേരെ വന്നത് അന്നപൂർണ്ണയിലേക്കാണ്. ഇവിടുത്തെ മീൽസ് ഒക്കെ നല്ല അടിപൊളിയായതുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മളെല്ലാവരും മീൽസ് തന്നെയാണ് പറഞ്ഞത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം കയ്യിൽ കിട്ടുകയും ചെയ്തു. എന്താണെന്നറിയില്ല, വിശപ്പ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം വീണ്ടും സ്ഥലത്തേക്ക് എത്തി. അവിടുന്ന് ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങളെല്ലാം പാക്കപ്പ് ചെയ്തു. ഷൂട്ട് കഴിഞ്ഞ് എത്തിയതും ഭയങ്കര ടയേർഡായിരുന്നു. കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്തിരുന്നു. എന്നിട്ട് കിടക്കാനായിട്ട് പോയി. സോ ഈ ഒരു തട്ടിക്കൂട്ട് വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.